ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യധനചന്ദ്രൻ. ഇന്നും ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലമ്മിൻ്റെ മാറ്റിഫൈങ് മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു മോയ്സ്ചറൈസറാണ് ഫോർ ഓയിലി സ്കിൻ. ഇത് ഏറ്റവും അടിപൊളിയാവുക ഓയിലി സ്കിന്നാണ് കേട്ടോ. നമ്മുടെ ഓയിലിനെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് അബ്സോർബ് ആവാൻ ടൈം കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇവിടെ ലിബാം ഇട്ട് കൊടുക്കുന്നത് പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽസ് എന്ന് പറഞ്ഞ ലിബാമാണ് കേട്ടോ. നല്ല ലിബാമാണ്, നല്ല മധുരമുള്ള ലിബാമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങനെ തിന്നാൻ തോന്നും. അത് വേറൊരു കാര്യം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിൽഗ്രിമിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൺസ്ക്രീൻ. ഇത് ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഒന്ന് മാറ്റിഫൈ ആക്കാനും നമ്മുടെ ഓയിലിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ പോർസിനൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാനത് ഫേസിലിട്ടപ്പം ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയതുപോലെയും അത് മാത്രമല്ല ആ ഭാഗത്ത് ഓയിലിനെയൊക്കെ നന്നായിട്ടൊന്ന് കൺട്രോൾ ആക്കിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അത്ര നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ്. ഇത് എൻ്റെ രണ്ടാമത്തെ ട്യൂബാണെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടാമത്തെ ട്യൂബാണ്. ഞാനിത് എൻ്റെ ഭയങ്കര ക്ലോസ് സർക്കിളിലുള്ള ഓയിലി സ്കിന്നായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻസിൽ ഒന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്നൊന്നും പറയണ്ട, 700 രൂപയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് 700 രൂപ എക്സ്പെൻസീവാണ് കേട്ടോ. അത് എന്താ പറയുക, നമ്മൾ ഓഫർ സെയിലൊക്കെ നടക്കുന്ന ടൈമിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ ഈ രണ്ടാമത്തെ ബോട്ടിൽ മേടിച്ച, പക്ഷേ രണ്ടാമത്തെ പാക്ക് മേടിച്ചപ്പോൾ സെയിലും കാര്യമൊന്നും നോക്കിയില്ല. എനിക്ക് എത്ര അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് മേടിച്ചു കേട്ടോ. പിന്നെ പ്ലമ്മിൻ്റെ ഫൗണ്ടേഷൻ ജസ്റ്റ് എടുത്തിട്ട് BB ക്രീം പോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് കുറച്ചൊന്ന് ഡള്ളായിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഫോട്ടോ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചു കുറച്ചൊന്ന് ഒരുങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി നമ്മൾ അകപ്പാട് ഒരു കടുകുമണിയുടെ അത്രേ എടുത്തിട്ടുള്ളൂ. അതെടുത്തിട്ട് ഫേസിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഈവൻ ലുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് സ്കിൻ ഒരു ഈവൻ കവറേജ് എന്ന് പറയാൻ പറ്റും. ഒരു ഈവൻ ലുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കുത്തും കോമയൊക്കെ ഒന്ന് മായ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് ലോറിയലിൻ്റെ കൺസീലറാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു കൺസീലറാണ്. കറക്റ്റ് ഷെയ്ഡ് കിട്ടണം. എനിക്കിത് ഒരു ഷെയ്ഡ് ഡാർക്കറാണ്. എന്താണോ എന്തോ, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് എനിക്ക് ഈ പണി കിട്ടിയത്. പിന്നെ നമ്മൾ മേടിച്ച സാധനം എന്തായാലും നമ്മൾ ഉപയോഗിക്കും, അത് വേറൊരു കാര്യം. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എവിടേക്കാണോ കുത്തോ കോമയൊക്കെ ഉള്ളത് ആ പോർഷൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ മേടിച്ചതാണ്. പക്ഷേ ഇത്രയും ഫേവറേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗൂഗിൾ പേയിലാണോ പേടിഎമ്മിലാണോ എന്തോ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ ഒരു കൂപ്പൺ കിട്ടിയതാണ് മാഴ്സിൻ്റെ 2 പ്രോഡക്റ്റ്. എത്ര 299 399 ആയിരുന്നു കേട്ടോ. അപ്പം 2 പ്രൊഡക്റ്റ് അങ്ങനെ ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഇത് അടിപൊളിയാണ്. ആ ബ്രഷും സൂപ്പറാണ്. അതേപോലെ ആ ഒരു ഹൈലൈറ്റർ പാലറ്റും നല്ലതാണ്. ഒരു ബ്ലഷ് ഇട്ട എഫക്റ്റും ഒരു ഹൈലൈറ്റർ ഇട്ട എഫക്റ്റും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കരിക്ക് കുടിക്കുകയാണ് കേട്ടോ. ഇപ്പം എൻ്റെ പ്രധാന ഭക്ഷണം കരിക്കാണ്. പിന്നെ കരിക്ക് കുടിക്കുന്നുണ്ട്. അച്ഛൻ എനിക്കിങ്ങനെ വെട്ടി തന്നിട്ട്, സാധാരണ എനിക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് തരാനാണ് പതിവ്. ഇതെന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തന്നു ഇരട്ടി പണി. അവിടെ മൊത്തം എൻ്റെ ഡ്രസ്സിലായി, താഴെ നിന്നിടത്ത് മൊത്തമായി. പിന്നെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഹോള് കുറച്ചൊന്ന് വലുതാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ അകത്തുള്ള വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുലിക്ക് നോക്കുക, തീർന്നു പോയി. പിന്നെ ഞാൻ മാഴ്സിൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ കണ്ടമ്മകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ന്യൂഡായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. ഇട്ടുമെന്ന് അങ്ങനെ വലുതായിട്ട് തോന്നാറൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു കളർ തന്നെ തോന്നിക്കത്തക്ക രീതിയിലുള്ളൊരു ഇതാണ് കേട്ടോ. ഭയങ്കര നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഐഷാഡോ ആണ്. അതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ ഒരു പാലറ്റിൽ നമ്മൾ ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഷെയ്ഡാണത്. പിന്നെ ഞാൻ അതിനകത്ത് നിന്ന് തന്നെ തൊട്ടുപുറത്തെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളൊന്ന് സ്പൂളി വെച്ച് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഐബ്രോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ നമ്മൾ നേരത്തെ കുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കൺസീലറൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇത് കളർ കെമിസ്ട്രിയുടെ ഒരു എന്താ പറയുക പൗഡറാണ് കേട്ടോ. ഒരു ബേക്ക്ഡ് പൗഡർ എന്ന് പറയാം. നല്ലൊരു സാറ്റിൻ ഫിനിഷാണ്. ഞാൻ നേരത്തെ ഇട്ട ഹൈലൈറ്റർ ബ്ലഷും കൂടെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ആക്ച്വലി ഹൈലൈറ്റർ പാലറ്റാണ്. അത് ബ്ലഷ് പോലെയും ആക്ട് ചെയ്യും. എനിക്ക് നല്ല രസമാണ് അതിട്ടാൽ കാണാനായിട്ട്. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഫേസിൽ കണ്ണിൻ്റെ അടിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഇത് 3ാമത്തെ ബോട്ടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് മൊത്തം നമ്മൾ യൂസ് ചെയ്ത് തീർക്കില്ല. എന്നാലും നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ എക്സ്പയർഡ് ആയെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെയും മേടിക്കും. അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മെയ്ബിലുണ്ട് 130 എന്നാണെന്ന് തോന്നുന്നു കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ നേരെ ഐ മേക്കപ്പിലേക്ക് കടന്നു. ഐ മേക്കപ്പ് അല്ല, കണ്ണ് എഴുതി അങ്ങോട്ട്. അപ്പോൾ കൊളോസലിൻ്റെ ഐലൈനർ എടുത്തിട്ട് കണ്ണ് നന്നായിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തതിന് ശേഷം പ്ലമ്മിൻ്റെ നമ്മുടെ കാജലുണ്ടല്ലോ, കാജൽ പെൻസിൽ എടുത്തിട്ട് കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ മാഴ്സിൻ്റെ മസ്കാര എടുത്തിട്ട് ഒരു കോട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലാഷസ് കിട്ടും. നല്ല അടിപൊളി ഒരു മസ്കാരയാണ്. ഭയങ്കര അഫോർഡബിളുമാണ്. പിന്നെ ഇത് മായ്ച്ച് കളയുന്നതാണ് ടാസ്ക്. നമ്മുടെ കൺപീലിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺപീലി പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഉപയോഗിക്കത്തില്ല. എനിക്ക് നല്ല രീതിക്കൊന്ന് ഒരുങ്ങണം എന്നൊക്കെ തോന്നുമ്പോൾ
നല്ലപോലെ എന്താ പറയുക ലാഷസ് ഇങ്ങനെ നല്ല വിടർന്ന് നിൽക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാനത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതും മേബിലിൻ്റെ ലാഷ് ലിഫ്റ്റ്. പിന്നെ ഞാൻ മുടി ഒന്ന് ഇങ്ങനെ അഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മുടി അഴിച്ചിടാന്നാണ് ആദ്യമേ വിചാരിച്ചത് കേട്ടോ. അപ്പം ആസ് യൂഷ്വൽ എപ്പോഴും ഞാൻ മുടി അഴിച്ചിട്ട് ഇങ്ങനെ കാപ്പിരിയായിട്ടാണ് എന്തോ പോകാറ്. പിന്നെ ഞാൻ സിറമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് മുടിയുടെ ഫ്രിസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. കളർ ചെയ്തുകൊണ്ട് തന്നെ മുടി എന്തായാലും ഫ്രിസ് ആവും. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസ്റ്റ് എന്താ പറയുക ഹെയർ കെയർ നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി കേടാവും. അപ്പോൾ ഞാൻ പിന്നെ മുടി കെട്ടി വെച്ചോട്ടോ സിറമൊക്കെ തേച്ചതിന് ശേഷം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ ഉള്ളൂ. ബൈ.